എന്നാ മോനെ? നിങ്ങൾ എന്തൊരു മനുഷ്യനാണോ? എന്നും കുടിച്ചുമുള്ളി വരുന്നു. ഈ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. എനിക്ക് ഒരു കാലത്ത് ഒരു സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഇന്നും ഈ വീട്ടിൽ കയറണ്ട. വേർക്കാ ഇങ്ങോട്ട്. രാവിലെ പരിപാടിയൊക്കെ തുടങ്ങിയോ? എന്നാൽ അവിടെ വല്ലതും കിട്ടിയോ? കുഴപ്പമില്ലടാ. കോള മാറിയതിൻ്റെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല.
തോട്ടി ചൂണ്ടിടാൻ പോയി വല്ലതും കിട്ടിയോ? അമ്മ അച്ഛൻ പോയോ? ആ നീ ചെന്ന് അന്വേഷിക്കുക, എനിക്കറിയത്തില്ല. സ്കൂളിൽ ചെന്ന് മറിഞ്ഞിട്ട് വരണേ. അവൻ കോലം കണ്ടില്ലേ? നമുക്ക് ശനിയാഴ്ച തോട്ടി പോയി ചൂണ്ടിടാം, വല്ലതും കിട്ടിയാലോ കേട്ടോ. ഇന്നലെ ഓർമ്മക്കുണ്ടോ? കഴിഞ്ഞു. Good morning. Sit down. ഇന്ന് എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ആദി അഭിലാഷ്, പ്രസന്റ് സാർ. ആദിൽ ടി കെ, പ്രസന്റ് സാർ. ആദിദേവ് ബി, പ്രസന്റ് സാർ. അജയ് എൻ സി, പ്രസന്റ് സാർ. ആർദ്ര എൻ, പ്രസന്റ് സാർ. ഗോപിക എ, പ്രസന്റ് സാർ. ജെഫിൻ തോമസ്, പ്രസന്റ് സാർ. നിരഞ്ജൻ കെ സുരേഷ്, പ്രസന്റ് സാർ. പ്രണവ് പി എസ്, പ്രസന്റ് സാർ. പാർവതി എസ് ആർ, ആബ്സെന്റ്. സാഗരിക എസ്, പ്രസന്റ് സാർ. ശ്രീനന്ദ കെ എസ്, പ്രസന്റ് സാർ. തോമസ് വി പോൾ, സാറേ ആബ്സെന്റ്. വിശാഖം, പ്രസന്റ് സാർ. യദു കൃഷ്ണൻ എ, പ്രസന്റ് സാർ. പ്രവീൺ പി. ആബ്സെന്റ്. ആ ഇന്നും കുറച്ച് പനിക്കാരുണ്ടല്ലോ. എല്ലാവരും മലയാളത്തിൻ്റെ പാഠപുസ്തകം എടുത്തേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, നമുക്ക് ഇന്ന് പുതിയൊരു പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം. മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? മുട്ട. അല്ല സാറേ കോഴി. ഒരു മുട്ടയും കോഴിയാണ്. മുട്ടയാണ്. മുട്ടയാണ്. മുട്ടയാ. എടാ കോഴിയാണ്. മുട്ടയാ. പറയാനുള്ള കാര്യങ്ങൾ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. സാറേ മുട്ടയാ. സാറേ കോഴിയാ. സാറേ മുട്ടയല്ലേ സാറേ ആദ്യം ഉണ്ടായത്? ആണോ? അതെങ്ങനെ ഉറപ്പിക്കാം? സാറേ മുട്ടയ്ക്കകത്ത് നല്ല കോഴി ഉണ്ടാകുന്നേ. ആട്ടെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ കോഴിയല്ലേ ആദ്യം ഉണ്ടായേ അല്ലേ സാറേ? ആണോ? ആ എനിക്കറിയത്തില്ല. ആടെ സാറിന് അറിയത്തില്ല. പിന്നെ സാറിനെ പഠിപ്പിക്കാൻ വന്നിരുന്നു. മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായതെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് നാളെ വന്ന് പറയണം. ഇനി ഞാനൊരു കഥ പറയാം. ഈ ഒരു കഥ നിങ്ങളുടെ മുത്തശ്ശന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ്. ആ ഒരു കാലത്തിൻ്റെ ഓർമ്മയിലേക്ക് നമുക്ക് പോകാം. അന്ന് രാമു പതിവിലും നേരത്തെയാണ് സ്കൂളിലേക്ക് എത്തിയത്. രാമുവിന് എന്തെന്നില്ലാത്ത വലിയൊരു സന്തോഷം. കൂട്ടുകാർ ചോദിച്ചു, രാമു നീ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? കാര്യം എന്താണെന്നോ? രാമുവിന് അന്ന് ഉച്ചഭക്ഷണത്തിനോടൊപ്പം കൊണ്ടുവന്നത് മുട്ടക്കറിയാണ്. രാമു പറഞ്ഞു, എടാ ഞാനിന്നേ ചോറിനോടൊപ്പം മുട്ടയാണ് കറിയായി കൊണ്ടുവന്നത്. കൂട്ടുകാർ ചോദിച്ചു, ഓ ഓടാ ചുമ്മാതെ പുളുവടിക്കാതെ മുട്ട കറിയായിട്ട് കൊണ്ടുവന്നു. രാമുവിന് ദേഷ്യം വന്നു. രാമു പറഞ്ഞു, ദാ നോക്കിക്കേ, ഞാൻ പാത്രം തുറന്ന് കാണിക്കാം.
രാമു പതുക്കെ പാത്രം തുറന്നു കാണിച്ചു. കൂട്ടുകാർ നോക്കിയപ്പോൾ പാത്രത്തിൽ 3/4 ചോറും ഒരു മുട്ടയും കുറേ മഞ്ഞച്ചാറും. ഇത് കണ്ട കൂട്ടുകാർ രാമുവിനോട് പറഞ്ഞു, ആഹാ രാമു, കൊള്ളാലോടാ, ഉച്ചയ്ക്ക് നീ ചോറുണ്ണുമ്പോൾ ഞങ്ങൾക്ക് കൂടി തരണേ അല്പം മുട്ട. നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ, ഞാൻ തുറന്നു കാണിച്ചപ്പോഴല്ലേ നിങ്ങൾ വിശ്വസിച്ചത്. ആ തരാം. പിന്നീട് സാറ് ക്ലാസ്സിൽ വന്നപ്പോഴും രാമുവിൻ്റെ നോട്ടം അവൻ്റെ ചോറ്റുപാത്രത്തിലേക്കായിരുന്നു. പീരീഡുകൾ കടന്നുപോയി. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ബെല്ലടിച്ചപ്പോൾ രാമു ആദ്യം ഓടിപ്പോയി കൈ കഴുകി. അവൻ ഓടി തിരിച്ചു വന്നു. തൻ്റെ പാത്രമെടുത്ത് അടുത്ത ഡെസ്കിൽ തട്ടി 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 തുറന്നു നോക്കിയപ്പോൾ പാത്രത്തിൽ 3/4 ചോറും മഞ്ഞച്ചാറും മാത്രം. മുട്ട കണ്ടില്ല. ഇത് പണ്ട് കാലത്ത് നമ്മുടെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ്. ബെല്ലടിച്ചല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നാളെ നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതാം. അടുത്ത പീരീഡ് നിങ്ങളുടെ കണക്ക് മാഷ് വരും കേട്ടോ. ഓ കണക്ക്. എടാ കോഴിയല്ലേ ആദ്യം ഉണ്ടായേ? അല്ലടാ മുട്ടയല്ലേ? അതേടാ മുട്ടയാടാ ആദ്യം ഉണ്ടായത്. അല്ലടാ പൊട്ട, കോഴിയല്ലേ ആദ്യം ഉണ്ടായത്. രണ്ടും ഒന്ന് നിർത്ത്, എനിക്ക് തലവേദന എടുക്കുന്നു. മുട്ടയായാലും കോഴിയായാലും നിനക്കൊക്കെ എന്നാ? മോനെ അച്ചു. അച്ഛാ ആ ഇതാ, അമ്മ അറിയണ്ട, സൂര്യനാ, കഴിച്ചു. അയ്യോ അയ്യോ. എനിക്കിനി ഒന്നും പറയാനില്ല. നിങ്ങൾ എങ്ങനെ വേണേലും ജീവിച്ചോ. നാളെ എനിക്ക് ചോറിൻ്റെ കൂടെ ഒട്ടക്കറി ഒന്നിടാവോ? മിണ്ടാത്ത കടന്ന് ഉറങ്ങണ ചെറുക്ക. മുട്ട നീ മാറിയിരുന്നിട്ട് പുഴിക്കൊണ്ടുപോവാൻ. ചേച്ചിയേ, ചേച്ചി. ആ സുമേ, ചേച്ചി മുട്ട ഇരിപ്പുണ്ടോ ചേച്ചി ഒരെണ്ണം എടുക്കാൻ? അയ്യോ സുമേ, മുട്ടയെല്ലാം ഇന്നലെയാണല്ലോ കൊടുത്തേ. നീ ആ കൂട്ടിലൊന്ന് നോക്കിയേ, അതിനകത്ത് വല്ലതും കാണുമായിരിക്കും. ആണോ? ചേച്ചി മുട്ട കിട്ടിയേ, ഞാൻ പോവാ. ആ ശരി.
ആണ്ട്ര വരാലി അവിടെ ഇടറാ. വെള്ളം കിട്ടിയാടാ ഈച്ചു? ആ കിട്ടി ഇതേ ഒരു മീനെങ്കിലും കിട്ടിയ വറുത്തോണ്ട് സ്കൂളിൽ കൊണ്ടുപോയിരുന്നു. അച്ചു, ആ നീ കുളിക്കുന്നില്ലേ? ആ വരുന്നു. എടാ ഞാൻ പോവാ. ആ അമ്മേ ചോറെന്തിയേ? അതാ കട്ടിലേ നോക്കിയേ. മുത്തേ, നീ പറഞ്ഞ സാധനം പാത്രത്തിലുണ്ടേ. ചോറ് മുഴുവൻ കഴിക്കണേ. അച്ചു നില്ല് സാധനം വരട്ടെ. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്നാ അതൊക്കെ ഉണ്ട്. ഒന്ന് പറ. ഇന്ന് എനിക്ക് ചോറിനോട് ഉച്ചയ്ക്ക് മുട്ടക്കറിയാ. മുട്ടക്കറിയോ? ഞാനും ഇന്നലെ അമ്മയോട് ചോദിച്ചാ മുട്ടക്കറി തന്നിടാവുന്ന. അമ്മ പറഞ്ഞു നീ പരീക്ഷയ്ക്കൊന്നും മുട്ട മേടിക്കുന്നില്ല, അത് മതിയോ. എടാ നീ ഇത് ആരോടും പറയില്ല കേട്ടോ. ഇല്ല ഞാനാരോടും പറയത്തില്ല. ഉച്ചയ്ക്ക് ഇച്ചിരി തന്നാ മതി. അതൊക്കെ തരാം. ആ എടാ വാ. എടാ ആദി ഇന്ന് അച്ഛൻ്റെ മുട്ടക്കറിയാ. മുട്ടക്കറി ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും അതിൻ്റെ ഉത്തരം കിട്ടിയോ? സാറേ ആദ്യം കോഴിയല്ല ഉണ്ടായേ. സാറേ മുട്ടയല്ലേ ഉണ്ടായേ? പെൺകുട്ടികൾക്കാർക്കും ഒന്നും പറയാനില്ലേ? സാറേ കോഴിയല്ലേ ആദ്യം ഉണ്ടായേ? സാറേ മുട്ടയല്ലേ ആദ്യം ഉണ്ടായേ? ഇരിക്കൂ. ഈ സംശയം പണ്ട് മുതലേ എനിക്കുമുണ്ടായിരുന്നതാണ്. യഥാർത്ഥത്തിൽ കോഴിയാണ് ആദ്യമുണ്ടായത്. കണ്ടോടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എല്ലാവരും നോട്ട്ബുക്ക് കൊണ്ടുവന്നല്ലോ. ആ, പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചോദ്യം. രാമു എന്താണ് ഉച്ചയ്ക്ക് ചോറിന് കറിയായി കൊണ്ടുവന്നത്? ആ, എഴുതിക്കേ. മുട്ട. രണ്ടാമത്തെ ചോദ്യം. രാമുവിൻ്റെ പാത്രത്തിൽ എത്ര മുട്ട ഉണ്ടായിരുന്നു? സാറേ ഒന്ന്. ചിലർക്കൊക്കെ സംശയമുണ്ടല്ലോ, എത്ര ഉണ്ടായിരുന്നു? ആ, എഴുതിക്കേ. രാമുവിൻ്റെ പാത്രത്തിൽ ചോറിനോടൊപ്പം മറ്റൊരു കറി കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ആ, വെരി ഗുഡ്. എടാ അച്ചു ഉച്ചയ്ക്ക് മുട്ടക്കറിയുടെ കാര്യം മറക്കല്ലേ കേട്ടോ. എനിക്കും തരണേ. തരാം. എടാ ഞാനാ ആയ്മ ചോദിച്ചേ. എന്തോ നാടാ അവിടെ പിറുപിറുക്കുന്നേ? എളുപ്പമായിരുന്നു, എഴുതാൻ നോക്കിക്കേ. അച്ചുവേ
നമുക്ക് ഇപ്പൊ ചോറുണ്ട് പോരും ചിരിയാവേ ഞാനല്ല ആദ്യം ചോദിച്ചത് ഞാനും ചോദിച്ചു നീ ഒന്ന് കാണിച്ചേ ഇപ്പം നമുക്ക് കാണിച്ചേ നാളെല്ലാവരും കാണിക്കാം കണ്ട മതിയോ പോരെ എല്ലാവരും കണ്ടില്ലേ വാ നമുക്കിനെ കൈ കഴുകാൻ പോവാം